റിങ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. നമുക്ക് ചായക്കൊക്കെ കൂട്ടാൻ വേണ്ടി നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നമ്മളിത് ഇങ്ങനെ ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതെടുത്താൽ നമ്മൾ മുക്കിയൊക്കെ വറുത്ത് കഴിയുമ്പം പിന്നെ ഭയങ്കര വലുതായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു മീഡിയം സൈസ് സവോള 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ എടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഇതൊന്ന് മുക്കാൻ വേണ്ടിയിട്ടാണ്. റസ്കിൻ്റെ പൊടി നമ്മൾ എടുക്കില്ല. റസ്കിൻ്റെ പൊടി എടുക്കുമ്പം നമ്മൾ ഈ മുക്കി വറുക്കുമ്പോൾ പെട്ടെന്ന് ഈ പുറം ഭാഗം അങ്ങ് കരിഞ്ഞു പോകും. അകത്തിരിക്കുന്ന ഉള്ളി അങ്ങ് വേവാതെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ ബ്രെഡ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ബ്രെഡ് ക്രംസ് മേടിക്കാനും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ബ്രെഡ് പൊടിച്ചെടുക്കുമായിരിക്കും നല്ലത്. പിന്നെ മൈദാമാവാണ്. മൈദാമാവ് നമ്മളൊന്ന് ഇതൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് നമ്മൾ അതിൻ്റെ പാകം ഞാൻ കാണിക്കാം. ഒരുപാട് നീണ്ടു പോകാതെ ഒന്ന് കുറുക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ റിങ് മുക്കുമ്പം പിടിച്ചിരിക്കുകയില്ല. നമുക്ക് ആദ്യം ഈ സവോള ഒന്ന് കട്ട് ചെയ്ത് ഒരു കുറച്ച് റെഡിയാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കുഴച്ചെടുക്കാം. തീരെ കനം കുറച്ചരിയല്ല. അപ്പോൾ നമ്മളിത് പൊരിച്ച് വരുമ്പോഴത്തേനും അതങ്ങ് കരിഞ്ഞു പോകും. ഇതുപോലെ ഇങ്ങനെ ഈ സൈസ് ഉണ്ട്. നമ്മൾ ഈ ഒരു പാകത്തിൽ എടുക്കാവുള്ളൂ. ഇത്ര ഈ സൈസ് മതിയാവും. നമുക്ക് 2 സവോള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ തിക്നെസ്സിൽ എടുത്താൽ മതി. ഒരുപാട് കട്ടി കുറഞ്ഞാൽ നമ്മൾ പൊരിച്ച് വരുമ്പോഴത്തേനും അതങ്ങ് കരിഞ്ഞു പോകും. നമുക്ക് 2 സവോള ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഓരോരോ റിങ്ങായിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുള്ളൂ. ഞാനിത് രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സവോള ഇങ്ങനെ ഞാൻ ഇതുപോലെ ഇങ്ങനെ റിങ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ മൈദാമാവിനകത്ത് ഇതിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഒന്ന് നീളത്തിൽ കുഴച്ചെടുക്കാം. ഒരുപാട് നീണ്ടു പോവല്ലേ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഇത്തിരി ഉപ്പും കുരുമുളകും കൂടി ഇടാം. കൂടുതലും മസാലയൊന്നും ഇതിനകത്ത് ഇടുന്നില്ല. നമ്മൾ സ്നാക്കായിട്ടല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മൈദാമാവ് ആവശ്യത്തിന് കലങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇരുന്നാൽ മതി, ഒരുപാട് നീണ്ടു പോവാതെ. നമുക്കിനി ഈ ഓരോ റിങ്സ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിനകത്തോട്ടൊന്ന് മുക്കി നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ എത്തേലൊന്ന് പിടിച്ചിരിക്കും. നമ്മൾ മൈദാമാവിൻ്റെ കൈ ആയതുകൊണ്ട് മാവ് ഒത്തിരി പിടിക്കാതെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. നല്ലപോലെ എല്ലാ സൈഡും മുങ്ങണം. പിന്നെ ഞാനിപ്പോൾ ഒരു കടയിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഡീപ് ഫ്രൈ ചെയ്യാനല്ലേ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തീ നല്ലപോലെ കൂട്ടി വെക്കണം. പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ. അതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. രണ്ട് സൈഡും നമ്മളൊന്ന് മറിച്ചിട്ട് റെഡിയാക്കി എടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേനും നമ്മുടെ റിങ്സിനകത്തിരിക്കുന്ന ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. ഒരുപാട് തീ കൂട്ടി വെച്ചെടുക്കല്ലേ. ഉള്ളി വേവാതെ പച്ചയായിട്ടിരിക്കും. ഈ 2 സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വെക്കാം. നമ്മുടെ ഓണിയൻ റിങ്സ് ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ റിങ്സൊക്കെ ഒന്ന് മാറ്റാം. കാരണം ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് വലിഞ്ഞു പോയിക്കോളും. കാണുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് തോന്നുന്നില്ലേ? നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്കിത് ബാക്കി ഉണ്ടാക്കി ഞാൻ വെച്ചിരിക്കുന്നതും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഓണിയൻ റിങ്സ് കണ്ടോ, നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് കെച്ചപ്പ് കൂട്ടി കഴിക്കാനാണെങ്കിലും വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന സാധനമാണിത്. നമ്മളെല്ലാവരും ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം.